പ്രവേശിക്കുമ്പോൾ ഓരോ പരീക്ഷ മേഖലകളിൽ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. ആ മേഖലകൾ തളർന്നു പോകാതെ ഒരു ഭക്തൻ ജയത്തോടെ ചാടിക്കിടക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളും ദൂതുകളും പ്രവചനങ്ങളുമാണ് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ആമേൻ. ഈ വചനങ്ങൾ ആഴമായി പഠിക്കുമ്പോൾ ഹൃദയത്തിൽ ആഴമായ വിശ്വാസം, ആമേൻ, അടിയുറച്ച വിശ്വാസ ജീവിതം എന്നിലും നിങ്ങളിലും ഉളവാക്കപ്പെടും. ഹല്ലേലൂയ. വചനം ആഴമായി പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് വചനം എന്ന വിത്തില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊടുങ്കാറ്റുകൾ കണ്ട് നമ്മളെല്ലാം തളർന്നു പോവുകയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വിശ്വാസം എന്ന വിഷയത്തോട് 3 മേഖലകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഒന്ന്, വിശ്വാസം, വിജയകരമായ വിശ്വാസം. അപ്പൊ 3 മേഖലയാണ് വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ 3 മേഖലയിലാണ്. ഒന്ന്, വിശ്വാസം, വിജയകരമായ വിശ്വാസം. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും, അതായത് ജീവനുള്ള ദൈവത്തെ എത്രമായി ഞാനും നിങ്ങളും ആഴമായി വിശ്വസിക്കുന്നു, ആ വിശ്വാസം നമ്മെ പരാജയത്തിലല്ല കൊണ്ടെത്തിക്കുന്നത്, ആ വിശ്വാസം നമ്മെ വിജയത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കുന്ന ജീവനുള്ള ദൈവം ഒരിക്കലും നമ്മെ പരാജയത്തിൽ കൊണ്ടെത്തിക്കുന്ന അപ്പനല്ല. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ഒരിക്കലും ഒരു ഭക്തനെ താഴ്ചയിൽ കൊണ്ടിടുന്ന അപ്പനല്ല. ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ നീ വിജയകരമായ മേഖലയിൽ, അതായത് നീ ജയിച്ചു കടന്നു വരണമെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ വിശ്വാസത്തിന്റെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടത്തിവിടുമ്പോൾ കടന്നു പോകുന്ന പരീക്ഷകളിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ വിശ്വാസം ആഴമായി ഉറയ്ക്കണം. ആമേൻ. രണ്ടാമതായി വിശ്വാസം, വലിയ വിശ്വാസം. ഒന്ന്, വിശ്വാസം, വിജയകരമായ വിശ്വാസം. അതായത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. 2, ആമേൻ, വലിയ വിശ്വാസം. ആർക്കുമില്ലാത്ത ഒരു വലിയ വിശ്വാസം. എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം വിടിവിപ്പാൻ ശക്തനാണ് എന്ന് നമ്മൾ ആഴമായ ഒരു വലിയ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സർവശക്തനായ ദൈവം നമ്മെ പുറത്തെടുക്കും. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. മൂന്നാമത്തെ വിശ്വാസത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. ആമേൻ. ആഹാ, വിശ്വാസം എങ്ങനെയാ അത്ഭുതത്തിന്റെ താക്കോലാകുന്നത്? ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോൽ. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും വിശ്വാസത്തിന്റെ വാക്കുകൾ. അതൊരു താക്കോലാണ്. പരാജയത്തിന്റെ വാക്കുകൾ കൊണ്ട് പറയുകയാണെങ്കിൽ തുറന്നു കിടക്കുന്ന വാതിലടഞ്ഞു പോകും. പക്ഷേ വിശ്വാസത്തിന്റെ വാക്ക്, എന്റെയും നിങ്ങളുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്ക് അടഞ്ഞു കിടക്കുന്നതിനെ തുറക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാവെന്ന് പറയുന്നത് ഒരു താക്കോല. ആമേൻ. ഈ 3 മേഖലയിൽ നിന്നാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. അപ്പൊ ഒന്നാമതായി വിജയകരമായ വിശ്വാസം. അപ്പൊ വിശ്വാസ ജീവിതത്തിലേക്ക് പരീക്ഷകളിലൂടെ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക്, എനിക്കും നിങ്ങൾക്കും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതിന് പഴയ നിയമ ഏടുകളിൽ അബ്രഹാമിനെ നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. വിജയകരമായ വിശ്വാസം. അതായത് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവ് പരീക്ഷകളിലൂടെ കടത്തിവിട്ടു. ആ കടത്തിവിട്ടതായ ആ ജീവിതം ആമേൻ പരാജയത്തിലേക്ക് പോയില്ല. അബ്രഹാം വിജയത്തിലേക്ക് എത്തി. വിജയത്തിലേക്ക് എത്തുവാനുള്ള ഒറ്റ കാരണം അബ്രഹാമിന് ദൈവത്തോടുള്ള വിശ്വാസമാണ്. ആമേൻ. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് ആ വചനം വായിക്കുന്നത്.
ദൈവം തനിക്ക് ഹോമയാഗത്തിനായി ഒരാൺകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു? നമ്മുടെ വിശ്വാസ മേഖലകളിൽ സഞ്ചരിക്കുന്ന ഞാനും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന പരീക്ഷാ മണ്ഡലങ്ങൾ നമ്മെ പരാജയത്തിലല്ല കൊണ്ടെത്തിക്കുന്നത്, മറിച്ച് നമ്മെ ജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. ആമേൻ. നാം വിജയിക്കാൻ പോവുകയാണ്. യഹോവ നിസി, യഹോവയുടെ ജയകൊടി. ആമേൻ. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെ കൊണ്ടെത്തിക്കുന്നത്? ആമേ ജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ ജയിക്കുവാൻ തക്കവണ്ണം നമ്മൾ വായിക്കുന്നുണ്ട്, വിജയകരമായി നമ്മ ഒരു വിജയത്തിലേക്ക് ആമേ കൊണ്ടെത്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ആമേ ദൈവവുമായിട്ടുള്ള ആഴമായ വിശ്വാസമാണ് നമ്മെ ഒരു വിഷയത്തിന്റെ ജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആമേ, ഹല്ലേലൂയ. റീകമനാരകം ശേരികത്തരം ദുരപ്രമാണിയം ഇന്ന് പകൽക്കാലം ആരോട് പരിശുദ്ധാത്മാവ് പൊതുവിൽ പറയുകയാണ്? പലപ്പോഴും ക്ഷീണങ്ങളും പ്രയാസങ്ങളും പരീക്ഷ ഘട്ടങ്ങളും വരുമ്പോൾ നമ്മൾ വിജയത്തിലെത്തേണ്ടതിന് പകരം പരാജയങ്ങൾ ജീവിതത്തിൽ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാനും നിങ്ങളും ആരാധിക്കുന്നതായ ആ ജീവനുള്ള ദൈവവുമായിട്ടുള്ള ഒരാഴമായ വിശ്വാസം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയമല്ല വരുന്നത്, നമ്മൾ ജയത്തിലേക്ക് കയറാൻ പോവുകയാണ്. ജോൺ എന്ന് പറയുന്ന കർത്തൃദാസനോട് പരിശുദ്ധാത്മാ പറയുന്നു, ഈ ദിവസങ്ങൾ ചില വിജയത്തിന്റെ പോയിന്റിലേക്ക് എത്താൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ചില പരീക്ഷാ മണ്ഡലങ്ങളിലൂടെയും ശുശ്രൂഷകളിലെയും കുടുംബത്തിനകത്തും വ്യക്തിപരമായ ചില പരീക്ഷാ മണ്ഡലത്തിലൂടെ പ്രിയദാസനെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ചില വിജയത്തിന്റെ ധ്വനി കേൾക്കാൻ പോവുകയാണ്. പരാജയപ്പെട്ടു പോകുമെന്ന് മറ്റു പലരും വിധിയെഴുതിയതും ആമെ ചിന്തിച്ചതായ വിഷയത്തിന്റെ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേ ദിവസങ്ങളിൽ ദൂതുകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നാളുകളിൽ ആമൻ ആരിൽ കൂടെയൊക്കെ പ്രവചന ശബ്ദങ്ങൾ തന്നോട് ഇടപെട്ടുവോ അതുപോലെ സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ലീലാമ ആന്റി ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. വിശ്വാസ ജീവിതത്തിൽ പതറിപ്പോകാതെ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ കണ്ട് ഭാരപ്പെടേണ്ട പരിശുദ്ധാത്മാവ് പറയുന്നു, ആമൻ ഒരു ജയം ലഭിക്കാൻ പോവുകയാണ്. ഈ നാളുകളിൽ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ വിജയത്തിന്റെ പോയിന്റിൽ എത്താൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. കേട്ടോ, പരാജയപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് പറയുന്നു, നിന്നെ വിജയത്തിലേക്ക് നീ ഒരു വിജയം കാണാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പരിശുദ്ധാത്മ ചിലരോട് പറയുന്നു, നിങ്ങൾ ഇറങ്ങി തിരിച്ചത് പരാജയത്തിനല്ല, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് പരാജയത്തിനല്ല, നിങ്ങളുടെ ഉപവാസം പരാജയം കാണുവാനല്ല, നിങ്ങളുടെ പ്രാർത്ഥന പരാജയം കാണുവാനല്ല, നിങ്ങളുടെ വചനം കേൾക്കാനുള്ള ദാഹം പരാജയമല്ല, നിങ്ങൾ കൂടി വരുന്ന കൂട്ടായ്മ പരാജയം കാണുവാനല്ല, മറിച്ച് നിങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കൂടിവരവുകളും നിങ്ങൾ വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഓ, നിങ്ങൾ വിജയം കാണാൻ പോവുകയാണ്. തലമുറയുടെ വിഷയത്തിൽ ഒരു വിജയം കാണത്തില്ലെന്ന് ആരെങ്കിലും നിങ്ങളുടെ തലമുറയെ നോക്കി വിധി പറഞ്ഞുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്ന, അബ്രഹാം തന്റെ മകനുമായിട്ട് ഒരു പരീക്ഷ മേഖലകളിൽ മോരിയ എന്ന ദേശത്തിന്റെ ഒരു മലയിൽ വിറകും കത്തിയുമായിട്ട് തീയുമായിട്ട് കയറിപ്പോകുമ്പോ ആമൻ മകനുമായിട്ട് ഒരു മൽപിടുത്തത്തിൽ മകന്റെ വിഷയത്തിൽ ഒരു പരീക്ഷയുമായിട്ട് മാമെ താഴെ നിൽക്കുന്ന ബാല്യക്കാർക്ക് പോലും ഇനി ഈ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലാതെ ബാല്യക്കാർ നോക്കി നിൽക്കുമ്പോ തിരിച്ചു വരുമ്പോ അബ്രഹാം യാഗം കഴിച്ച് ആരാധിച്ച അബ്രഹാം മാത്രം തനിച്ചിറങ്ങി വരുമെന്ന് ബാല്യക്കാർ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് തെറ്റുപറ്റി. ആമേൻ. അബ്രഹാം പറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് അബ്രഹാം പറയുന്ന വാക്കാണ്, നിങ്ങൾ ഇവിടെ നിൽപ്പിൻ, ഞാനും എന്റെ മകനുമായിട്ട് മോരിയ എന്ന ഈ ദേശത്തിലെ മലയിൽ ചെന്ന് യാഗം കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച്
കയറിപ്പോകുന്നത് പോലെ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചിലരുമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിൽ പരാജയമല്ല സംഭവിക്കാൻ പോകുന്നത്. ചില പ്രാർത്ഥനാ വിഷയത്തിൽ നിങ്ങൾ വിജയത്തിന്റെ ധ്വനി കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ചില തലമുറയുടെ വിഷയങ്ങൾ ചില പ്രാർത്ഥനാ ശൃംഖലയുമായി കൈകോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ പരാജയമല്ല കേൾക്കാൻ പോകുന്നത്, മറിച്ച് നിങ്ങൾ വിജയത്തിന്റെ ധ്വനിയാണ് കേൾക്കാൻ പോകുന്നത്. ആമേൻ. എന്തുകൊണ്ടാണ് വിശ്വാസം? ആരിലുള്ള വിശ്വാസം? എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചു ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകി മനുഷ്യനെ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ആ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും പരാജയമല്ല, മറിച്ച് വിജയമാണ് സ്വർഗം നൽകാൻ പോകുന്നത്. ആമേൻ. പക്ഷെ ആ വിജയത്തിന് മുന്നമേ എന്നെയും നിങ്ങളെ ചില പരീക്ഷയുടെ മണ്ഡലത്തിലൂടെ, ആമേൻ, പിശാചല്ല നമ്മളെ പരീക്ഷിക്കുന്നത്, മറിച്ച് ദൈവം നമ്മെ ചില പരീക്ഷ ഘട്ടങ്ങളിലൂടെ കടത്തിവിടും. അടനം ജുഡാരകം ശേരിക തുരം തുന ജിബി മത്തായി എന്ന് പറയുന്ന ഡിവേഴ്സിൽ ഒരു സഹോദരിയെ ഞാൻ കാണും. ഈ ദിവസങ്ങളിൽ ചില വിജയം നിന്നിൽ കേൾക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ ചില വിജയത്തിന്റെ ധ്വനി, ആമേൻ, ഹല്ലേലൂയ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടെന്നാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു ദൈവത്തിന്റെ നിയോഗപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവഭക്തന്റെ ഭവനത്തിനകത്ത് എപ്പോഴും പരീക്ഷയുടെ ധ്വനിയല്ല കേൾക്കുന്നത്, എപ്പോഴും ദുഃഖത്തിന്റെ ധ്വനിയല്ല കേൾക്കുന്നത്, എപ്പോഴും നിരാശയുടെ ധ്വനിയല്ല കേൾക്കുന്നത്, മറിച്ച് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ കേൾക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സഹോദരനോട് പറയുന്നു, നിന്റെ കൂടാരത്തിൽ ചില സന്തോഷം കേൾക്കാൻ പോവുകയാണ്. അത് ഏത് മേഖലയെ സംബന്ധിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിജയത്തിന്റെ ഘോഷം കേൾക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഉടമന ഹത്തുരാണി ഘടകം ശബ്ദൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വിജയകരമായ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരേണ്ട ആഗ്രഹമുള്ളവരാണ്. ആമേൻ. നമ്മൾ ആരും പ്രിയപ്പെട്ടവരെ ഒരിക്കലും പരാജയം ആഗ്രഹിക്കുന്നവരല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ, ഈ വചനം ശുശ്രൂഷിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഏതൊരു വിഷയത്തിൽ ഒരു പരാജയം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. ആമേൻ. ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. എനിക്കും നിങ്ങൾക്കും എപ്പോഴുമുള്ള ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നതാണ് സർവശക്തനായ ദൈവം. അപ്പോ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ ആഗ്രഹം എനിക്കും നിങ്ങൾക്ക് എപ്പോഴും വിജയത്തിലെത്തണമെന്നാണ്. ആമേൻ. വിജയത്തിലെത്തണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും പരീക്ഷയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ വ്യത്യസ്തപരമായ രീതിയിലാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്ന പരീക്ഷ ഘട്ടങ്ങളോ മേഖല അല്ലായിരിക്കാം നിങ്ങളിൽ ഓരോരുത്തരിലും. നിങ്ങൾ കുടുംബത്തിനകത്തായിരിക്കാം, പുറത്തായിരിക്കാം, ശാരീരമായിട്ടുള്ള വിഷയമായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള വിഷയമായിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള പരീക്ഷകളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്ന പോയിന്റ് അല്ല, അതെല്ലാം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പോയിന്റുകളാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ എന്നോടൊപ്പം ഉണ്ട്? ഹല്ലേലൂയ. എത്ര പേർ സഹകരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പൊതുവിൽ ഞാൻ അങ്ങ് പറയുകയാണ്, നിങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്താൻ പോവുകയാണ്. നമ്മൾ കടന്നു പോകുന്ന പരീക്ഷ മണ്ഡലങ്ങളെല്ലാം നമ്മളെല്ലാം വിശ്വാസത്തിന്റെ വിജയത്തിലെത്താൻ പോവുകയാണ്. ആമേൻ. അപ്പൊ വിശ്വാസ ജീവിതം നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും? വിജയത്തിലെത്തിക്കും.
ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആമേൻ പരീക്ഷ മണ്ഡലത്തിലൂടെ അബ്രഹാം കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അബ്രഹാം കടന്നു പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് ചെറിയ പരീക്ഷയൊന്നുമല്ല. ഹല്ലേലൂയ. കാത്തിരുന്ന ദൈവം കൊടുത്തതായ ഇസഹാക്ക് എന്ന വാഗ്ദത്ത പുത്രനെ മോരിയ എന്ന ദേശത്തിൽ ഒരു മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ സ്വർഗത്തിൽ അപ്പൻ അരുളി ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള പരീക്ഷ ഘട്ടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. കർത്താവ് അങ്ങനെ ചെയ്യുകയുമില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കാരണം അങ്ങനെയുള്ള മേഖലയെ കടത്തിവിട്ടാൽ നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, പാറ്റുമ്പോൾ നമ്മൾ പതിരുപോലെ പറന്നു പോകും, അവിശ്വാസികളായി തീർന്നു പോകും. ആമേൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷ മേഖലയിലൊന്നും എന്നെ നിങ്ങളെ കർത്താവ് എന്ത് ചെയ്യില്ല, കടത്തിവിടില്ല. കർത്താവിന് നന്നായിട്ട് നമ്മൾ എല്ലാവരെയും അറിയാം. ആമേൻ. ആരൊക്കെ ഏതു മേഖലയിൽ കടത്തിവിട്ടാൽ വിജയിച്ച് ആ പരീക്ഷയിൽ ജയിച്ചു പുറത്തു വരുമെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് പത്രോസിനെ പാറ്റാൻ ചോദിക്കുമ്പോൾ കർത്താവ് കൊടുത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സാത്താൻ ചോദിച്ചു, പാറ്റുവാൻ ചോദിച്ചു, കർത്താവ് കൊടുത്തില്ല. കാരണം അവൻ നഷ്ടപ്പെട്ടു പോയ പിന്നെ ഒരു മടങ്ങി വരവ് കാണത്തില്ല. ആമേൻ. അതുകൊണ്ട് കർത്താവിനറിയാം ആരെയെല്ലാം ഏതൊക്കെ പരീക്ഷകളിൽ കടത്തിവിട്ട് അവരെ ജയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കറണ്ടിന്റെ ചില ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, വിശ്വാസം, വിജയകരമായ വിശ്വാസം അബ്രഹാമിനോട് നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും എടുത്തു പറയുന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഈ പരീക്ഷയിൽ അബ്രഹാം വിജയത്തിലേക്ക് വന്നതാണ് നമ്മുടെ വിഷയം. അബ്രഹാമിനോട് തന്റെ ഏകപുത്രനെ യാഗം കഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ദൈവം തന്നെ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ പുത്രനെ, ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഒരുപക്ഷെ അബ്രഹാമിന് ദൈവത്തോട് പറയാം, ദൈവമേ, പഴയ നിയമ കാലഘട്ടത്തിലെ ആലയത്തിൽ കൊണ്ടുപോയി പാപമോചനത്തിനു വേണ്ടി യാഗം കഴിക്കുന്നത് അവരവരുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് കുറുംപ്രാവിനെയും ആട്ടിൻകുട്ടിയാണല്ലോ. പക്ഷെ നീ കാത്തിരുന്ന് എനിക്ക് നൽകിയ ഏകപുത്രനെ മാത്രം നീ എന്തിനാ ഇങ്ങനെ യാഗം കഴിക്കാൻ ചോദിക്കുന്നത്? എന്റെ വീട്ടിൽ മേത്തരമായ പശുക്കിടാവുണ്ട്, എന്റെ വീട്ടിൽ മേത്തരമായ ആട്ടിൻകുട്ടിയുണ്ട്, എന്റെ വീട്ടിൽ മേത്തരമായ പ്രാവിൻ കുഞ്ഞുങ്ങളുണ്ട്. ഈ മൂന്നിനെ മാറ്റിവിട്ടേച്ച് ഒരു മനുഷ്യ കുഞ്ഞിനെ മാത്രം നീ എന്ത് യാഗത്തിന് വേണ്ടി ചോദിക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ അബ്രഹാമിന്റെ ഉള്ളിൽ നിന്നും ദൈവത്തോട് പൊങ്ങിയില്ല. ആമേൻ. അതിനർത്ഥം എന്തെന്നറിയാമോ? എന്നെയും നിങ്ങളെയും നാം പ്രതീക്ഷിക്കാത്ത പരീക്ഷകളിലൂടെ മനസ്സുകൊണ്ട് പോലെ നമ്മൾ ചിന്തിക്കത്തില്ല. ഇങ്ങനെയുള്ള ചില പരീക്ഷകളിലൂടെ വിജയത്തിന്റെ പോയിന്റിൽ, വാക്തത്വത്തിന്റെ പോയിന്റിൽ എത്തിക്കുവാൻ സൃഷ്ടിച്ചവനായ ഉടയവനായ ദൈവം എന്നെയും നിങ്ങളെ കടത്തിവിടുമെന്ന് നമുക്ക് തലേ ദിവസം വരെ ഒരു പ്രതീക്ഷയും കാണത്തില്ല. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സൂമിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഞാൻ ശുശ്രൂഷിക്കുന്ന വിഷയം ഇങ്ങനത്തെ ഒരു വിഷയമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാണ്. ആമേൻ. ഈ വിഷയമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അതിൽ പ്രധാനമായി ഞാൻ എടുത്തുവിട്ടതായ വിഷയം, വചനഭാഗം, അപ്പോസ്തലനായ പൗലോസ് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആഴക്കടൽ മുങ്ങിപ്പോകുന്ന വിഷയമാണ്. ആമേൻ. നീ ഭയപ്പെടേണ്ട, നിന്നെ സൃഷ്ടിച്ചവനും ഉടയവനായ ദൈവം നിന്നെ ശുഭതുറമുഖത്തെത്തിക്കും, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്നുള്ള ദൈവശബ്ദമാണ്. ഈശാനമൂലം കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതൊന്നും നിന്നെ തൊടത്തില്ല എന്നുള്ള ദൈവശബ്ദമാണ് ഞാൻ സൂമിലൂടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഫോൺ കോളുകൾ വരികയാണ്. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. മീറ്റിംഗ് അവസാനിപ്പിച്ച ശേഷം ഞാൻ ആ ഫോൺ കോൾ എടുക്കുമ്പോൾ എന്റെ മൂത്ത ബ്രദറാണ്, മൂത്ത ആങ്ങളാണ് വിളിക്കുന്നത്. അവര് ഭാര്യയും ആങ്ങളുമായിട്ട് ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആക്സിഡന്റ് പറ്റി വളരെ ബുദ്ധിമുട്ടായി ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു വിവരം പറയാനാണ് എന്നെ നിരന്തരമായി കോൾ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മൾ സംഭവിക്കുന്നത്.
ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത ചില പരീക്ഷകൾ, ആമേൻ, നമ്മൾ അറിയാതെ നമ്മിലൂടെ കടന്നു വരുമ്പോൾ, നാം കടന്നു പോകേണ്ട മേഖലകളിലേക്ക് നമ്മൾ ജയിച്ചു വരുവാൻ, വിജയത്തിലേക്ക് വരുവാൻ ദൈവം അതിലൂടെ കടത്തിവിടുമ്പോൾ, അബ്രഹാം ഹൃദയത്തെന്ന് ചോദിച്ചല്ലോ, ദൈവമേ, കുറുംപ്രാവിനെ കൊടുക്കാം, നേത്തരമായ കാളക്കുട്ടിയെ കൊടുക്കാം, ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കാം, എന്റെ ഏകപുത്രനെ മാത്രം നീ എന്തേ ചോദിച്ചതെന്ന് അബ്രഹാം ഉള്ളുകൊണ്ട് പോലും മനസ്സിൽ പോലും തിരിച്ചു ചിന്തിച്ചില്ല. ആമേൻ. ഞാനതാ പറയുന്ന, നമ്മൾ ഒരു വിജയത്തിൽ എത്തിക്കുവാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പരീക്ഷകളിലൂടെ അല്ല ദൈവം കടത്തിവിടുന്നത്. അന്ന് ഞാനും ആ മീറ്റിംഗ് കഴിഞ്ഞ് കോൾ എടുക്കുമ്പോൾ ഇവരുടേതായ ആമേൻ ഫോൺ കോൾ കേട്ട് ഞാൻ ഉടനെ ഹല്ലേലൂയ അവരെ ആമേൻ മെഡിക്കൽ കോളേജിൽ എത്തുവാനിടയായി. അന്ന് ശുശ്രൂഷിച്ച വചനമെന്തേ, ഭയപ്പെടേണ്ട, അല്ലെ? പ്രസംഗിക്കുവാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് പ്രവൃത്തി പദത്തിലേക്ക് അങ്ങനത്തെ പരീക്ഷകളും ശോധനകളും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ജയിക്കുവാൻ തക്കവണ്ണം വളരെ ബുദ്ധിമുട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസം എത്രത്തോളം വിജയത്തിൽ എത്തിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്കിങ്ങനെ പറയാം, ദൈവമേ, ഞാൻ ഇതുവരെ ശുശ്രൂഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈശാന മൂലം കൊടുങ്കാറ്റുകളോ പ്രതികൂലങ്ങളോ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഞ്ഞടിച്ച നമ്മൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്തുവാ ഈ സമയത്ത് ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്ന് എന്നെ ഇങ്ങനെ അലച്ച് എന്നെ ഓടിക്കുന്നത് എന്തേ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല. കാരണം സൃഷ്ടിച്ചവനായ ഉടയവൻ അറിയാം നമ്മളെ ഏതൊക്കെ മേഖലയിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ഞാനും നിങ്ങളും വിജയത്തിന്റെ പോയിന്റിലെത്തത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുന്നു. മിനി എബ്രഹാം പ്രാർത്ഥിച്ചോ, കേട്ടോ? പല വിഷയങ്ങളിൽ ഒരിക്കലും പരാജയപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. ഏത് പരീക്ഷകളിലൂടെ കടന്നുപോയാലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ വിജയത്തിലേക്ക് എത്തിക്കും. പ്രിൻസി, ആമേൻ, ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആമേൻ ചിന്തിക്കുന്ന വിഷയത്തിലൂടെ അല്ല നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കൊണ്ടുവരുന്ന പരീക്ഷ എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെ കർത്താവ് സൃഷ്ടിച്ചവനായ ഉടയവൻ കൊണ്ടുവരുന്നുവെങ്കിൽ അത് നമ്മെ ആമേൻ അനുഗ്രഹമായ ഒരു വിജയത്തിലേക്ക്, അതായത് വിശ്വാസത്തിന്റെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ്. അടനം ചുടമനാരഹം ശന്തേരി ഘടകസ്യ ലേമഹാദരീഖമനാരഘടകം ശന്തർ ഇവിടെ ഇത് അബ്രഹാം ദൈവത്തോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നില്ല, കേട്ടോ? ആമേ, ദൈവം തന്നോട് പറഞ്ഞതാണെന്ന് താൻ ഉറപ്പ് വരുത്തിയിട്ട് തന്റെ ഏകപുത്രനുമായിട്ട് മോരിയ എന്ന ദേശത്തിൽ ബാല്യക്കാരുമായി മകനുമായി കടന്നുപോയിട്ട് ആ ദേശത്തിലെ ഒരു മലയിൽ ചെന്ന് ഹല്ലേലൂയ ബാല്യക്കാരെ താഴെ നിർത്തിയിട്ട് ബാല്യക്കാരോട് പറയുകയാണ്, ഞാനും എൻ്റെ മകനും ഇരുവരുമായി ആ മലയുടെ മുകളിൽ ചെന്ന് യാഗം കഴിച്ചിട്ട് ഞങ്ങൾ ഇരുവരും തിരിച്ചു വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അബ്രഹാം വിജയത്തിലെത്തിയത്? ഈ പരീക്ഷ ഘട്ടത്തിൽ ഈ വിജയത്തിലേക്ക് താൻ എത്താനുള്ള കാരണം ദൈവമാണ് തന്നോട് പറഞ്ഞതെന്ന് ആദ്യമായി താൻ വിശ്വസിച്ചു. രണ്ട്, ദൈവം തന്നതായ മകന്റെ ജീവിതത്തിൽ അബ്രഹാമിന് ഉറപ്പുണ്ട്, ഞാൻ ദൈവ ശബ്ദം കേട്ട് ഞാൻ അതുപോലെ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ദൈവ ശബ്ദം പറയുന്നത് പോലെ ഞാൻ ആദ്യം അനുസരിക്കുമ്പോൾ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്ന് അബ്രഹാമിന് പൂർണ്ണമായിട്ട് തന്നെ സൃഷ്ടിച്ചാക്കിയ ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ടായി. ആമേൻ. ആ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് അബ്രഹാം തന്റെ മകനുമായിട്ട് ഇതാ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. കയറിപ്പോകുന്ന സമയത്ത് മകൻ ചോദിച്ചു, അപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനായി മൃഗം എവിടെ? അബ്രഹാം തന്റെ മകനോട് വിശ്വാസ വാക്കു പറയുന്നു,
ദൈവം കരുതിക്കൊള്ളും മകനെ. യഹോവ ഇരെ, കരുതുന്ന യഹോവ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും? ഏതൊരു പരീക്ഷ മേഖലയിലൂടെ കടന്നുപോയാലും എന്നെ, എന്റെ തലമുറയെ വഴി നടത്തുന്ന ദൈവം കരുതുന്ന യഹോവയാണ്. ആമേൻ. അവൻ വഴി നടത്തുവാൻ ശക്തനാണ്. ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല, ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആമേൻ. യഹോവ ഇരെ, കരുതുന്ന യഹോവ. നമ്മുടെ വിശ്വാസമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ കുടുംബത്തിനകത്തുള്ള ഏതൊരു വിഷയവും, നിന്റെ വ്യക്തിപരമായ വിഷയവും, നീ അനുഭവിക്കുന്ന ചില പരീക്ഷ ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതൊരു മേഖലയിലും ഏതൊരു പ്രതിസന്ധി കണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ വിശ്വാസ ജീവിതം ഒരിക്കലും പരാജയമല്ല, നിന്നെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അബ്രഹാം മോരിയ എന്ന ദേശത്തിലെ മലയിൽ മകനുമായിട്ട് കയറിപ്പോയിട്ട് താൻ ദൈവ ശബ്ദം അതുപോലെ കേട്ടു. യാഗപീഠം അടുക്കി അതിന്റെ മുകളിൽ സ്തോത്രം വിറകടിക്ക്, അതിനുശേഷം തന്റെ മകന്റെ കൈകളും കാലുകളും കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു, നിന്റെ മകനേക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ലോകത്തേക്കാൾ നീ എന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നതും നീ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ വിശ്വാസം തന്റെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷയിൽ താൻ തോറ്റുപോയില്ല. തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ പരീക്ഷ ഘട്ടത്തിൽ അബ്രഹാം തകർന്നു പോയില്ല, തോറ്റുപോയില്ല. അബ്രഹാം വിജയത്തിലേക്ക് എത്തുവാനുള്ള, വിജയത്തിന്റെ പോയിന്റിലേക്ക് എത്താനുള്ള കാരണം ദൈവവുമായിട്ടുള്ള ആഴമായ വിശ്വാസം. ഹതുരം ദുരപ്രഭാനി ഘടകം ലേമഹസ്തര മോളി രാമേ റോസമ്മ. ആമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ചില വിഷയത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഴമായ ചില ഇടപെടൽ നിന്റെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇവാഞ്ചലിസ്റ്റ് മത്തായി ജോൺ കർത്തൃദാസനെ പരിശുദ്ധാത്മ വീണ്ടും ഉണർത്തുകയാ. ചില ദൈവവേലയുടെ ചില പുതിയ വഴികളും വാതിലുകളും, അടയ്ക്കപ്പെട്ടു പോയ ചില മണ്ഡലങ്ങൾ ദൈവാത്മാവ് തന്റെ ജീവിതത്തിൽ തുറന്ന് തന്നെ മാനിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അബ്രഹാം വിജയിച്ച് കയറി വന്നതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകൾ കടന്നുപോയ ചില ശോധനയുടെ മറുപടിയായി വിജയത്തിന്റെ ധ്വനി ഈ ദിവസങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സിസിലി എന്ന് പറയുന്ന ഡിവേഴ്സിൽ ഒരു അമ്മാമെ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാ, തന്റെ ജീവിതത്തിൽ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില കണ്ണുനീരുകളെ ദൂതൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു വെളിപ്പാട് കാണിക്കുന്നത് തുരുത്തിയിൽ ശേഖരിക്കുകയാണ് കേട്ടോ. ഈ ആണ്ട് അവസാനിക്കും മുന്നേ നീ കരയുന്ന കണ്ണുനീരിന്റെ മറുപടി തമ്മ നിന്നെ മാനിക്കുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ജോൺ പ്രദീപ ജോൺ എന്ന് പറയുന്ന ഡിവേഴ്സിൽ ഒരു സഹോദരി ഞാൻ കാണുന്നു. അടനം ഖത്തുരം ദുരപ്രമീന ഘടകക്ഷിയാരകം ഘടക രണ്ടു മേഖലയിൽ തടഞ്ഞു കിടക്കുന്ന ചില വിഷയം നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് നീ കരയുന്ന ചില വിഷയത്തിന്റെ മേഖലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ മറുപടി തന്നു മാനിക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന പറയുകയാണ്.
ഹദരം ദുരപ്രമാണി ഘടകം റേഗിയ സ്മനാരകക്ഷസിയ ലേഗിയ ശമുവേൽ ജോർജ് ആമേ ഡിവേഴ്സിൽ ഞാൻ കാണുന്നു റഖാമ സേനിയ തുനാനി ഘടകം ഹത്തുരം ദുരപ്രമാണി ഘടകശി പ്രതീക്ഷകൾ ഒത്തിരിയാണ്. പരിശുദ്ധാത്മ പറയുന്നു പ്രതീക്ഷകൾ ഒത്തിരിയാണ്. ഹാലലൂയ. എനിക്ക് തോന്നുന്നു ആമേൻ അവരുടെ വീഡിയോ സ്റ്റക്കാകുന്നു തോന്നുന്നു. ഹാലലൂയ. എന്നാൽ ആ ദേവദാസനോട് ദൈവാത്മാവ് ആ മകനോട് പറയുന്നു പ്രതീക്ഷകൾ ഒത്തിരിയാണ്, പക്ഷെ ചില പ്രതീക്ഷകളൊന്നും ഒട്ടും വെളിപ്പെട്ടു വന്നിട്ടില്ല, ആഗ്രഹങ്ങളൊന്നും തുറന്നിട്ടില്ല, പക്ഷെ അതെല്ലാം വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. ഹത്തുരം ദുനപ്രമാണി ഘടകം ശേനികത്തുന പ്രിയപ്പെട്ടവരെ, ഹാലലൂയ. നമ്മൾ വിശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത് വിശ്വാസം വിജയത്തിലേക്ക് എത്തിക്കുന്നു. വിശ്വാസം, വിജയകരമായ വിശ്വാസം. അബ്രഹാമിന്റെ ജീവിതത്തിൽ കടന്നുപോയ പരീക്ഷകളിൽ അബ്രഹാമിനെ ആ പരീക്ഷകൾ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാരണം അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ഒരാഴമായ ബന്ധം, ആഴമായ വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ജയം ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ വിഷയത്തിലും ജയം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സൃഷ്ടിച്ച ദൈവത്തെ നീ ആഴമായി വിശ്വസിക്കുക. അവിശ്വസിക്കരുത്. പ്രതീക്ഷയില്ല, പക്ഷെ അവിശ്വസിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ഇതാ അബ്രഹാമിന്റെ സാഹചര്യം, അബ്രഹാമിനെ സ്തോത്രം, സാഹചര്യമല്ല അബ്രഹാം നോക്കുന്നത്. സാഹചര്യം നോക്കിയാൽ ദൈവം പറയുന്ന അതുപോലെ ചെയ്തിട്ട് ഇറങ്ങി വരണം. പക്ഷെ സാഹചര്യം മകൻ ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് ഈ പരീക്ഷയിൽ പ്രതീക്ഷയില്ല. പക്ഷെ തനിക്ക് ഉറപ്പുണ്ട്, എന്റെ ദൈവം ഏതു മേഖലയിൽ കടത്തിയാലും അതിലൊരു ദൈവീക പദ്ധതി ഉണ്ടെന്ന് അബ്രഹാമിന് വിശ്വാസമുണ്ട്. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? പിറുപിറുക്കരുത്, പിറുപിറുക്കരുത്. കർത്താവ്, എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനത്തെ ശോധന? പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്, അവിശ്വാസ വാക്കു പറയരുത്. ആമേൻ. നീ വിശ്വസിക്കണം, എന്നെയും നിങ്ങളെ നടത്തുന്ന സർവശക്തനായ ജീവനുള്ള ദൈവം നമ്മൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ മേഖലയിൽ ജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലമുറ പരാജയപ്പെടത്തില്ല എന്ന് വിശ്വസിക്കണം. ഒരുപക്ഷെ സാഹചര്യം നോക്കുമ്പോൾ പ്രതീക്ഷ കാണത്തില്ല. എല്ലാവരും പറയും ആമേൻ, നടക്കത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല, സാഹചര്യമില്ലല്ലോ, സാമ്പത്തികമില്ല, കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഒരു ദൂതുണ്ട്, രാജ്യത്തെ ദൈവം അയച്ചു പഠിപ്പിക്കുമെന്ന്. സാഹചര്യം നോക്കുമ്പോൾ സാമ്പത്തികം ഇല്ല, പക്ഷെ നീ വിശ്വസിക്കണം, അതാണ് വിജയം. പ്രതീക്ഷയ്ക്ക് വകയില്ല, പക്ഷെ വാഗ്ദത്തം ഉണർത്തിയ സർവശക്തനായ ദൈവം ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടെത്തിച്ച് വിജയം തരുമെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. അതാണ് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൗലോസേ, യെരൂശലേമിൽ നീ എന്നെ ശുശ്രൂഷിച്ചതുപോലെ റോമിൽ ഞാൻ നിന്നെ അയക്കും. പ്രതീക്ഷയും സാഹചര്യം നോക്കിയാൽ പൗലോസിന് ഒരിക്കലും റോമിൽ എത്തുമെന്നുള്ള ചാൻസ് ഇല്ല. അതാണ് നമ്മളെ പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിജയകരമായ വിശ്വാസം തന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് നടത്തുന്ന സർവശക്തനായ ദൈവത്തോടുള്ള ആഴമായ വിശ്വാസമാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയെ കുറിച്ച് ദൈവം ഒരു ദൈവശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം നോക്കുമ്പോൾ പ്രതീക്ഷയില്ല, പക്ഷെ നീ സാഹചര്യമല്ല നോക്കേണ്ടത്. നമ്മെ വിടുവിക്കുന്ന ദൈവം സാഹചര്യത്തിൽ ഇറങ്ങുന്ന ദൈവമല്ല, മറിച്ച് ദൈവത്തിന്റെ കരം ആരും ചിന്തിക്കാത്ത സമയത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്നതാണ് ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ജൂഡമനാരകം ശബ്ദരേഖിയസ്മനാരകം ഒന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആമേൻ. ഒരല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആർക്കോ ഒക്കെ ഉറക്കം വരുന്നു തോന്നുന്നു. ആമേൻ. ഹല്ലേലൂയ.
ഹാലലൂയ. ഹൃദയം കൊണ്ടൊന്ന് വാ തുറന്ന് അന്യ ഭാഷയെ സ്തുതിച്ചാട്ട്. ഉടമന ഹത്തുരാനി ഘടകം ശാന്തർ റഖമന രാഗശ്യാരക പറ. എന്റെ ജീവിതത്തിന്റെ മേഖലകളെ പരീക്ഷകൾ ഞാൻ തോറ്റുപോകുകയില്ല. പരീക്ഷകൾ എന്റെ വിജയത്തിലെത്തിക്കും. ഉടമന റീകൾ ഘടകസി. ഞാൻ പരാജയപ്പെടുകയില്ല. ഞാൻ ജയത്തിലേക്ക് എത്തും. ഞാൻ ജയത്തിലേക്ക് എത്തും. ഞാൻ വിജയിക്കും. ഞാൻ തോൽക്കത്തില്ല. എന്റെ തലമുറ തോൽക്കത്തില്ല. എന്റെ കുടുംബം തോൽക്കത്തില്ല. അല്ല, എന്റെ വിഷയത്തിൽ ഞാൻ പരാജയപ്പെടില്ല. ഓ റിഖവാന വൗഡാരാഗ ഷാരാദാന ജൂഡവരക്ഷകർ അന്തകരാധികർ ഏതകരക്ഷ ഹല്ലേലൂയ അടനം ജുഡവനാരകം ശന്തേരി ഘടകസ്യാരം. ഓ ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇവിടെ ഇത് അബ്രഹാമിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ആഴമായ വിശ്വാസമാണ്. അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞിട്ട് പോയ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇരുവരുമായിട്ട് മടങ്ങി വരും. യാഗം കഴിച്ചിട്ട് നമ്മൾ ഇരുവരുമായിട്ട് മടങ്ങി വരും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ലെങ്കിൽ പോലും ഞാനും നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കണം. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പരാജയത്തിന്റെ വാക്കല്ല. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അവിശ്വാസത്തിന്റെ വാക്കല്ല. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പ്രതീക്ഷയും ജയത്തിന്റെ വാക്കുകൾ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ കരം മാനുഷ്യപരമായി നോക്കുമ്പോൾ പ്രതീക്ഷയില്ലെങ്കിലും ഞാനും നിങ്ങളും ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ സർവശക്തനായ ദൈവം തക്ക സമയത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ജയത്തിലെത്തണമെന്നാണ്. ജയത്തിലെത്തണമെങ്കിൽ നമുക്ക് പരീക്ഷയുണ്ട്. ആ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നീ പരാജയത്തിന്റെ നിരാശയുടെയും പ്രത്യാശയില്ലാത്ത വാക്ക് പറയരുത്. നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിച്ചാൽ ആ പരീക്ഷ ഘട്ടം നീ തോറ്റുപോകുകയില്ല. ആ പരീക്ഷയെ നീ വിജയത്തിലേക്ക് എത്തിച്ചേരും. ആമേൻ. രണ്ടാമതായി വിശ്വാസത്തിന്റെ 3 മേഖലയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊത്തിരി കാര്യങ്ങൾ ആദ്യത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വലിയ വിശ്വാസം. അപ്പൊ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ വിശ്വാസത്തിൽ 3 മേഖല. ഒന്ന്, വിശ്വാസം നമ്മെ വിജയത്തിലേക്ക് എത്തിക്കും. അതിൽ ഉദാഹരണമായി നമ്മൾ മനസ്സിലാക്കിയ അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാമിന്റെ ജീവിതത്തിലെ പരീക്ഷയിൽ അബ്രഹാം വിജയത്തിലേക്ക് എത്തുവാനുള്ള കാരണം അബ്രഹാം ആഴമായിട്ട് തന്നെ നടത്തുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. അതുമാത്രമല്ല, താൻ കടന്നുപോയ പരീക്ഷ മണ്ഡലത്തിൽ നിരാശയുടെ വാക്കു പറഞ്ഞില്ല. മലയിലേക്ക് കുഞ്ഞുമായി കയറി പോകുമ്പോൾ ആ അപ്പൻ താഴെ നിന്ന ബാല്യക്കാരോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇരുവരും ചെന്ന് യാഗം കഴിച്ച് ഇരുവരും മടങ്ങി വരും. ആമേൻ, ഹല്ലേലൂയ. അതാണ് ജീവിതത്തിൽ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ആമേൻ. നിരാശയുടെ വാക്ക് പറയാനല്ല, പ്രത്യാശയോടും വിജയത്തിന്റെ വാക്ക് ഞാനും നിങ്ങളും പരീക്ഷ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ജയത്തിന്റെ വാക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് വിശ്വാസ മേഖലയിൽ രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് വലിയ വിശ്വാസമാണ്. ഹല്ലേലൂയ. വലിയ വിശ്വാസം. ഒരു വേദഭാഗം ഞാൻ നോക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം. മത്തായി സുവിശേഷം 15-ാം അധ്യായം. ഹല്ലേലൂയ. അതിൽ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 15:28. അതിൽ ഇങ്ങനെയാണ് യേശു പറയുന്നത്: ആമേൻ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അപ്പോൾ രണ്ടാമത്തെ വിശ്വാസ ജീവിതത്തിൽ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്ന വലിയ വിശ്വാസം. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്: എന്റെ മകൾക്ക് സൗഖ്യം വേണം. ഹല്ലേലൂയ. എന്റെ മകൾ പിശാചിന്റെ ബാധകളാൽ ഭാരപ്പെടുകയാണ്, എന്റെ കുഞ്ഞിന് സൗഖ്യം വേണം. അപ്പൊ ഈ സ്ത്രീ വന്ന് യേശുവിനോട് സംസാരിക്കുക. ഈ കനാന്യ സ്ത്രീ കനാന്യ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അവൾ ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീയാണ്? കനാന്യ വംശത്തിൽ. ഈ കനാന്യ വംശത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ
ആരും തന്നെ തിരുവചനത്തിലെ യഹൂദന്മാർ, ഇസ്രായേൽ ആരും അവരെ അടുപ്പിക്കാത്ത ഒരു പുറജാതിയിൽപ്പെട്ട മേഖലയിലുള്ളവരാണ് കനാന്യ വംശം. അപ്പൊ ഈ സ്ത്രീയും കനാന്യ വംശത്തിൽപ്പെട്ടവളാണ്. ഇവളുടെ ദേശം എന്ന് പറയുന്നത് ഫെയ്നിക്ക എന്ന ദേശമാണ്. ഫെയ്നിക്ക എന്ന ദേശക്കാരിയാണ്. ഇവൾ സംസാരിക്കുന്ന ഭാഷ യവനായ ഭാഷയാണ്. അപ്പൊ യവനായ ഭാഷ സംസാരിക്കുന്ന സ്ത്രീ, കനാന്യ വംശത്തിൽപ്പെട്ട സഹോദരി, ഇവൾക്ക് യേശുവിനെ കുറിച്ചൊന്നും അധികം അറിയത്തില്ല. പക്ഷെ യേശുവിനെ കുറിച്ചൊരു കേൾവി മാത്രമേ ഇവൾക്കുള്ളൂ. കർത്താവായ യേശു എന്ന രക്ഷകൻ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു. യേശുവിന്റെ അടുക്കൽ വരുന്നവരെല്ലാം വിടിവിക്കപ്പെടുന്ന ഒരു കേൾവി മാത്രമേ യവനായ ഭാഷ സംസാരിക്കുന്ന ഫെയ്നിക്ക ദേശക്കാരിയായ കനാന്യ വംശത്തിൽപ്പെട്ട ഈ സ്ത്രീക്കറിയാം. ആമേൻ. അതിനർത്ഥം എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ഏത് വംശക്കാരാണോ, ഏത് ദേശക്കാരാണോ, ഏത് ഭാഷക്കാരാണോ, ആമേൻ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൃപകളോ കൃപാവരങ്ങളോ അധികമായി ദൈവവചനം പഠിച്ചിട്ടുണ്ടോ, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ, സ്ഥാനമാനങ്ങളുണ്ടോ, ഇതൊന്നും അല്ല കർത്താവിന്റെ വിഷയം. നിന്റെ ഏത് വിഷയമായാലും പരിഹരിച്ചു തരുന്ന കർത്താവിന്റെ സന്നദ്ധിയിൽ കൊണ്ടുപോയാൽ സർവശക്തനായ ദൈവം പരിഹരിച്ചു തരുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതാണ് എന്റെയും നിങ്ങളുടെ വലിയ വിശ്വാസം. നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇതിന് യോഗ്യനല്ല, കർത്താവെ ഞാൻ പുഴുവാണ്, കൃമിയാണ്, ഞാൻ പ്രാർത്ഥിക്കാനൊന്നും യോഗ്യനല്ലേ, പ്രസംഗിക്കാനൊന്നും യോഗ്യനല്ലേ, ആമേൻ, ഇവരോട് നിൽക്കാനൊന്നും യോഗ്യതയില്ലേ. പ്രിയപ്പെട്ടവരെ, യോഗ്യത നോക്കിയല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. പോയി ഫലം കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നമ്മളെ മാറ്റി നിർത്തുന്ന സ്ഥാനത്ത് എന്നെയും നിങ്ങളെ വംശമോ ഭാഷയോ ഗോത്രമോ നിറമോ വിദ്യാഭ്യാസമോ പദവി ഇതൊന്നും നോക്കിയല്ല എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന. കണ്ടോ, കനാന്യ വംശത്തിൽപ്പെട്ട അവൾ യവനായ ഭാഷ മാത്രം അറിയാവുന്ന ഫെയ്നിക്ക ദേശക്കാരി, പുറജാതിക്കാരിയായി കണ്ടിരിക്കുന്ന അവൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എനിക്കൊരു വിടുതൽ വേണം. എന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നമുണ്ട്. എന്റെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്റെ തലമുറയെ വീട്ടിനകത്ത് ഞാൻ പൂട്ടിയിട്ടിട്ട് വന്നിരിക്കുകയാണ്. എന്റെ തലമുറയുടെ വിഷയം അവൾക്ക് പൈശാചിക ബാധയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഗുരുവേ, നിനക്ക് സൗഖ്യമാക്കാൻ കഴിയും. എന്റെ കുഞ്ഞിനൊരു വിടുതൽ വേണം. ഹല്ലേലൂയ. അവൾ യേശുവിനോടെന്ന് പറയുമ്പോൾ യേശു ആദ്യം പറയുന്നു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന പതിവില്ല. എന്തുകൊണ്ടാണ് യേശു അങ്ങനത്തെ ഒരു ഉച്ചാരണം പറഞ്ഞെന്നറിയാം? ഹല്ലേലൂയ. അവളുടെ വിശ്വാസ മണ്ഡലം എത്രത്തോളം ആഴമുണ്ടെന്ന് മനസ്സിലാക്കാനും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയം പെട്ടെന്ന് അങ്ങോട്ട് മറുപടി വരാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പിറുപിറുക്കാൻ തുടങ്ങും, നിരാശപ്പെടാൻ തുടങ്ങും. പക്ഷെ യേശു മൗനം പാലിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാം? എന്റെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊങ്ങുന്ന വിശ്വാസത്തിന്റെ മണ്ഡലം എത്രത്തോളം ആഴമുണ്ടെന്ന് മനസ്സിലാക്കാൻ. ആമേൻ. എനിക്കറിയാം, ഈ ദൂത് ചിലരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, വ്യക്തതയോടെ സംസാരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയാ ഇന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിന് കയറുന്ന മുൻപേ ഞാൻ അരമണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, നിയോഗമുള്ളവരെ കൊണ്ടുവരണം. വെറുതെ വന്നിരുന്നിട്ട് മെസ്സേജിന് വിലയിട്ടിട്ടും കുറ്റം കണ്ടുപിടിച്ചിട്ടും കടന്നു പോകുന്നവരെ അയക്കരുത്. അവർ വന്നിരിക്കുന്നതേ നമുക്കൊരു ഡിസ്റ്റർബാണ്. നമ്മളിങ്ങനെ ഹല്ലേലൂയ നോക്കി ശുശ്രൂഷിക്കുമ്പോൾ വീഡിയോകൾ ഓപ്പൺ ചെയ്ത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കുമ്പോൾ തന്നെ ആത്മാവ് ചിലരെ വിഭജിക്കും. ഹല്ലേലൂയ. എന്തുദ്ദേശത്തോടാണ് കയറിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാഹമുള്ളവരാണോ, പ്രാപിക്കാനാണോ, കുറ്റം കണ്ടുപിടിക്കാനാണോ, മാർക്കിടാനാണോ, ഇതെല്ലാം ആത്മാവ് നമ്മെ ഉണർത്തും. ഹല്ലേലൂയ.
അതുകൊണ്ട് ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പരിശുദ്ധാത്മാവെ നിയോഗമുള്ളവരെ കയറ്റണം, അവരാരെയും വലയിൽ നിന്ന് പുറത്താക്കരുത്. ഏത് സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഇന്നത്തെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യട്ടെ. കാരണം അവരെ കുറിച്ച് ദൈവത്തിന് പ്ലാനിങ് ഉണ്ട്. അവരെല്ലാം പല മേഖലയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ അവർക്കൊക്കെ ഒരു ജയം വേണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇവള് പുറംജാതിക്കർ യേശു, ആമേൻ, നീ ഖനാന്യ വംശക്കാരിയാണോ? യവന ഭാഷ മാത്രമല്ല അറിയാവൂ. ആമേൻ, നീ ഫേനിക്ക ദേശക്കാരി, എന്തിനാ നീ ഇവിടെ വന്നത് എന്നൊന്നും യേശു ചോദിക്കുന്നു. പക്ഷെ യേശു അവളുടെ വിശ്വാസത്തിന്റെ ആഴമൊന്ന് മനസ്സിലാക്കാൻ ഞൊടി നേരം കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നു. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കത്തിൽ. അപ്പോൾ സ്ത്രീ പറയുന്ന മറുപടി, കർത്താവേ, ഉടയവരെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് തിന്ന് ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് യേശു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആ വചനവാക്യം ഇങ്ങനെയാണ്, സ്തോത്രം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യമാണ്. അപ്പൊ യേശു ഒരല്പസമയം ഇവരുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധനയിൽ നിമിഷങ്ങൾ കൊണ്ടൊന്ന് പരിശോധിച്ചപ്പോൾ ഇവളുടെ വിശ്വാസം ഏത് ലിസ്റ്റിൽപ്പെട്ടു? അവിശ്വാസത്തിന്റെ ലിസ്റ്റിലാണോ? നോ. യേശു അവിടെ ഇവളെ വിശ്വാസത്തിന്റെ പട്ടികയിൽ അവളെ എഴുതി. അത് ഏത് വലിയ വിശ്വാസം. ഇസ്രയേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ താമസിച്ച ദേശത്തുള്ളവർക്ക് ഇത്ര വലിയ വിശ്വാസമില്ല. ഞാൻ വളർന്ന ഭവനത്തിലുള്ളവർക്ക് ഇത്ര വലിയ വിശ്വാസമില്ല. എന്നോടുകൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാർക്ക് ഇത്ര വലിയ വിശ്വാസമില്ല. യേശുവും ശിഷ്യന്മാരും പടകിൽ പോകുമ്പോൾ ഒരു ചെറിയ തിരമാല അടിച്ചപ്പോൾ യേശു ഒന്ന് അല്പം ഉറങ്ങുമ്പോൾ ഇവര് വിളിക്കുന്ന എന്തുവാ? ഗുരുവേ, ഞങ്ങൾ നശിക്കുന്ന നിനക്ക് വിചാരമില്ലയോ? അപ്പൊ യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്ന യേശുവിനവർക്ക് വിശ്വാസമില്ല. യേശു കാറ്റിനെ കടനെ വാക്കുകൊണ്ട് ശാസിച്ച് അമർച്ച ചെയ്തിട്ട് യേശു ചോദിക്കുന്ന, അല്പവിശ്വാസി, എന്നീ എന്തിനാ ഇങ്ങനെ പീരുക്കളാകുന്നേ? അപ്പൊ ഈ ശിഷ്യന്മാർക്ക് ആഴമായി എന്തില്ലായിരുന്നു? യേശുവുമായിട്ട് വലിയ വിശ്വാസം. യേശുവിന് കഴിയും എന്ന് ആദ്യം ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ അവർക്ക് പലതും മനസ്സിലായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിയുടെ വിശ്വാസത്തിന്റെ പട്ടിക യേശു എഴുതി വെക്കുന്നത് ഇവിടെ വിശ്വാസം, വലിയ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ വിഷയം എന്തുവാ? കുടുംബത്തിനകത്തുള്ള തലമുറയുടെ വിഷയം. ഇത് ലൈവ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുക. ഈ അമ്മയുടെ പ്രാർത്ഥന വിഷയം എന്തുവാണ്? മകൾ വീട്ടിനകത്ത് പൈശാചിന്റെ മണ്ഡലത്താൽ ഭാരപ്പെടുക. അതിനർത്ഥം എന്തുവാ? ഈ അമ്മ മാത്രം യേശുവിന്റെ അടുക്കിൽ വന്നു, കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. കാരണം എന്തേ? കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത പരീക്ഷ മേഖലയിലൂടെയാണ് ഈ അമ്മ അനുഭവിക്കുന്ന പ്രതിസന്ധി. ആമേൻ. ഈ കുഞ്ഞിനെ വാതിൽ തുറന്ന് ഈ അമ്മ കൊണ്ടുവന്ന ഇവളിൽ ബാധിച്ചിരിക്കുന്ന പൈശാചി ശക്തി, ആമേൻ, ഇവളിൽ അലറി ബഹളം വെച്ച് നാട്ടുകാരും വീട്ടുകാരും അറിയും. എല്ലാവരും പറയും, ഈ കുഞ്ഞിന് പിശാചാണല്ലോ, ഇവളുടെ നല്ല ഭാവി നഷ്ടപ്പെടും, ഇവളുടെ മാന്യത നഷ്ടപ്പെടും. ഈ സഹോദരിയുടെ ഒരു മകൾക്ക് ഭൂതബാധയെന്ന് നാട്ടുകാരവളെ പരിഹസിക്കും. ഇവളെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അമ്മ ഈ മകളെ വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ടാ ഇവൾ യേശുവിന്റെ അടുക്കൽ ഓടി. ഇവൾ പറഞ്ഞു, ഗുരുവേ, എന്റെ കുഞ്ഞിനൊരു സൗഖ്യം വേണം. ഇതുപോലെ വ്യക്തിപരമായി കുടുംബത്തിനകത്ത് ദൈവവേല ചെയ്യുന്ന എത്രയോ പേരൻസ് വേദന അനുഭവിക്കുന്നെന്നറിയാമോ? തലമുറയുടെ വിഷയം ആരോടും പറയാൻ കഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നേക്ക് 5 വർഷത്തിന് മുന്നേ ഒരപ്പനും അമ്മയും പെന്തക്കോസ് സമൂഹത്തിൽ, പെന്തക്കോസ് ആരാധനയിൽ അടിസ്ഥാനമായി ആരാധിക്കുന്ന അപ്പനും അമ്മയും 2 പെൺകുഞ്ഞുങ്ങളും. എന്നാൽ മൂത്ത മകൾക്ക് പൈശാചിക മണ്ഡലം. സഭയിൽ പറയാൻ കഴിയില്ല, നാട്ടുകാരോട് പറയാൻ കഴിയില്ല, വീട്ടുകാരോട് പറയാൻ കഴിയില്ല, കൂട്ടുവിശ്വാസികളോട് പറയാൻ കഴിയില്ല. നേഴ്സിംഗ് പഠിക്കുക. പക്ഷെ സഭയിൽ വരുമ്പോൾ അവൾ വളരെ ക്ലിയറാ. ഇവൾ ഏറ്റവും മുന്നിലിരുന്ന് ആരാധിക്കും. ഇവളിൽ ഒരു അതികഠിനമായ പൈശാചിന്റെ മണ്ഡലമുണ്ടെന്ന് ആർക്കും വെളിപ്പെട്ടില്ല.
പക്ഷെ അവൾ വീട്ടിൽ വരുമ്പോൾ അപ്പനും റൂം പൂട്ടിയിട്ടടിക്കും, അമ്മയെ റൂം പൂട്ടിയിട്ടടിക്കും, സഹോദരിയെ ഇടിക്കും, അടിക്കും. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോൾ അവളെ വസ്ത്രം വലിച്ചു കീറി വെച്ചുകൊണ്ട് അപ്പനെ അടിക്കും, അമ്മയെ അടിക്കും. ആരോടും പറയാൻ കഴിയില്ല. കണ്ടോ, നിന്റെ വീട്ടിനകത്ത് ആരോടും പറയാൻ കഴിയാതെ നീ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ തുറന്ന മനസ്സോടെ നീ വിശ്വാസത്തോടെ കയറി വാ. പ്രിയപ്പെട്ടവരെ, 1-2 വർഷമല്ല അപ്പനും അമ്മയും അനുഭവിച്ചത്. പക്ഷെ കുഞ്ഞു പുറത്തു വരുമ്പോൾ ക്ലിയറാ. ഇങ്ങനെ ഇടപെടുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്ന് അതിശയിച്ചു പോകും. പക്ഷെ പല പ്രാവശ്യം വർഷങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിന മണ്ഡലം ഇളകി അവൾ വസ്ത്രം വലിച്ചു കീറും, ഉപദ്രവിക്കും, അടിക്കും. പക്ഷെ എന്റെ അടുക്കിലോട്ട് വരത്തില്ല. യേശുവിന്റെ നാമത്തിൽ 2 വർഷം പ്രാർത്ഥിച്ചു, നിരന്തരം പ്രാർത്ഥിച്ചു. ദൈവം ആ ഭൂതബാധയിൽ നിന്ന് ആ കുഞ്ഞിനെ വിടുവിച്ചു. ഇന്ന് അവൾ വിവാഹം കഴിഞ്ഞ ഒരു ദൈവദാസന് വിവാഹം കഴിച്ച് ഇടുക്കി ഭാഗത്ത്, കട്ടപ്പന ഭാഗത്ത് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ആൺകുഞ്ഞിനെ കഴിഞ്ഞ ദിവസം പ്രസവിച്ചു. അവൾ അനുഗ്രഹത്തോടെ കർത്തൃവേലയിലായിരിക്കും. അവൾക്ക് വേണ്ടി ഒത്തിരി ദിവസം പ്രാർത്ഥിച്ചു. എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി മാസങ്ങളോളം പ്രാർത്ഥിച്ചു. ആമേൻ. പൈശാചിന്റെ മണ്ഡലം ശക്തമായി ഇളകി ആ മകളിൽ നിന്ന് ഭൂതബാധ പുറത്തുപോയി. അവൾ ദൈവസഭയിൽ ആരാധിക്കുന്ന പെൺകുട്ടിയാ. പക്ഷേ അധ്യക്ഷന്മാർ, ഒത്തിരി ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ സഭയിൽ വരും. ആരും ഇവളെ നോക്കി ഇവൾക്കൊരു പൈശാചിന്റെ മണ്ഡലം ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ബാധയുണ്ട് അവൾക്ക് വെളിപ്പെട്ടില്ല. ഇതുപോലെ വേദന അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളില്ലേ? നിങ്ങൾ വിശ്വാസത്തോടെ അടുക്കൽ വാ. ഈ കനാന്യ സ്ത്രീയുടെ മകളുടെ അവസ്ഥ അവൾക്ക് ആരോടും പറയാൻ കഴിയില്ല. കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ നമ്മെ വിരട്ടും. കുഞ്ഞുങ്ങൾ പറയും, എന്റെ വിഷയം പാസ്റ്ററോട് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട്, എന്റെ വിഷയം പാസ്റ്റർ വഴി ഇനി ഞാൻ സഭയിൽ വരില്ല. കുഞ്ഞുങ്ങൾ നമ്മളെ വാണിംഗ് ചെയ്യുകയാണ്. പക്ഷേ നിന്റെ വലിയ വിശ്വാസം, നീ അപ്പനോട് വന്ന് പറ, അപ്പാ എന്റെ തലമുറയെ വിടിവിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്റെ കുഞ്ഞിനൊരു വിഷയമുണ്ട്, ഇതിങ്ങനെയാ, സമൂഹത്തോട് പറയാൻ കഴിയില്ല, പരസ്യമായി പറയാൻ കഴിയില്ല. പക്ഷെ എന്റെ കുഞ്ഞിന് നാണക്കേട് വരാൻ പാടില്ല. തന്നതായ ഉടയവനായ ദൈവമേ, എന്റെ തലമുറയുടെ വിഷയം ഞാൻ നിന്റെ കരത്തിൽ തരുന്നു. ഒരു വിടുതൽ വേണം. ഈ പകൽക്കാലം ആരോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു? ആരോടും പറയാൻ കഴിയാതെ നിന്റെ തലമുറയുടെ വിഷയം, നീ വേദനപ്പെടുന്ന നിന്റെ തലമുറയുടെ വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. നിനക്ക് ആരോടും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും രഹസ്യത്തിൽ കാണുന്ന അപ്പനോട് നീ പറ. സർവശക്തനായ ദൈവം വിടുവിക്കും. ഈ സഹോദരി പറഞ്ഞു, അപ്പാ ഒരു വിടുതൽ ആവശ്യമാണ്, ഒരു വിടുതൽ ആവശ്യമാണ്. ആമേൻ. യേശുവിന്റെ വിശ്വാസം കണ്ടിട്ട്, ആമേൻ, ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ വാക്ക് കണ്ടിട്ട്, ഇവിടെ വിശ്വാസത്തിന്റെ പട്ടികയിൽ, വലിയ വിശ്വാസത്തിന്റെ പട്ടികയിൽ പറയുന്നു, നിന്റെ വിശ്വാസം വലിയത്, നീ സമാധാനത്തോടെ പോക, നിന്റെ മകളിൽ വിടുതൽ കാണും. ആരോടോ പരിശുദ്ധാത്മ പറയുന്നു. തലമുറയുടെ വിഷയമായി, ജോലിയാകാം, ഭാവിയാകാം, അടുത്ത ജനറേഷൻ ലഭിക്കാനാകാം. പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെയുള്ളവരുടെ ആത്മാവ് പറയുന്നു, നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട, നീ വിശ്വസിക്ക്. ഈ ആണ്ടുകളിൽ, അടുത്ത ആണ്ടുകളിൽ നിന്റെ തലമുറയോട്, നിന്റെ കുടുംബത്തിന്റെ തലമുറയോട് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചന ഭൂതം അതുപോലെ സംഭവിക്കും. മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൽ ഒന്നാമത് വിജയകരമായ വിശ്വാസം, 2 വലിയ വിശ്വാസം, 3 വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 40-ാമത്തെ വാക്യം, പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു, എഴുന്നേറ്റ്. സ്തോത്രം. വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോൽ. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ താക്കോലാണ് വിശ്വാസം. ഇവിടെ യോപ്പയിൽ
പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്ന സഹോദരി, അവൾ ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു പോയപ്പോൾ പത്രോസിനെ ഈ വിവരം അറിയിച്ചു. പത്രോസ് അവിടെ കടന്നു വരുമ്പോൾ ഒരു കൂട്ടം വിധവമാർ തബീത ഉണ്ടാക്കി കൊടുത്ത കുപ്പായങ്ങളുമായി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ കുപ്പായം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം തബീത ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് ഇവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവള് നല്ല മനസ്സാക്ഷിയുള്ള ഒരു മകളാണ്. പത്രോസിനോട് കരയുക. ആമേൻ. അതിനർത്ഥം എന്തെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങളും നല്ല ജീവിത ശൈലികളും ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി വന്നാലും നമുക്ക് വേണ്ടി 10 പേര് മധ്യസ്ഥ ചെയ്യാൻ കാണും. ആമേൻ. നല്ല സ്വഭാവ രീതിയുടെ ഉടമസ്ഥയായ നമുക്കൊരു വിഷയം വന്നാൽ അറിയുന്നവരെല്ലാം പശ്ചാത്തപിച്ച് അയ്യോ നല്ലൊരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ ജീവനെ വിട്ടുകൊടുക്കാൻ ഈ വിധവമാർ അനുവദിക്കുന്നില്ല. അവര് അടയാള സഹിതം അവൾ ഉണ്ടാക്കി കൊടുത്ത കുപ്പായം ഉയർത്തിപ്പിടിച്ചു പറയുന്നു, ഇതെല്ലാം അവൾ ഉണ്ടാക്കി തന്നതാ, ഇതെല്ലാം അവൾ ഉണ്ടാക്കി തന്നതാ. ഇവൾ ഉണ്ടാക്കി തന്നത് കൊണ്ടാണ് ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നേ. അതുകൊണ്ട് ദൈവദാസനെ ഇവളെ ഞങ്ങൾക്ക് വേണം. ആമേൻ. നല്ല മനസാക്ഷിയുടെ സ്വഭാവത്തിന്റെ ഉടമയായ ഈ ഭൂമിയിലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥ ചെയ്യുവാനും നിർബന്ധിച്ച് ചിലത് നമുക്ക് ചോദിച്ചു മേടിച്ചു തരുന്ന ചില അഭിഷക്തരെ, ആത്മാർത്ഥയുള്ളവരെ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കും. ഉടമന ഹതുരാനി ഘടകസ്യ ലീഖമന. നിന്റെ സ്വഭാവം നന്നായിരുന്ന, നിന്റെ ജീവിതത്തിൽ പിശാച് വെല്ലുവിളിക്കുന്ന വിഷയം വന്നാലും നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന 10 പേർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോലാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരിക പെട്ടെന്ന്. ഇവിടെ ഇത് അടയാള സഹിതം കുപ്പായം വെച്ചിട്ട് വിധവമാർ നിലവിളിക്കുന്നു, വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് ഇവളെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് ഹല്ലേലൂയ വാതിലടച്ചിട്ട് അവൻ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് പത്രോസ് തബീത കിടക്കുന്ന റൂമിലോട്ട് പോയിട്ട് ആ ശവത്തിന് നേരെ മുട്ടുകുത്തി. എന്നിട്ട് ആമേൻ പത്രോസ് തബീതെ നോക്കി പറയുന്ന വാക്ക്, പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ശവത്തിന് നേരെ പത്രോസ് നിന്നിട്ട് മുട്ടുകുത്തി ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീതെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു. വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോല. പത്രോസിന്റെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന ശവത്തിന് നേരെ, തബീതയുടെ മരിച്ചു കിടക്കുന്ന ശവത്തിന് നേരെ മുട്ടുകുത്തി പത്രോസ് വിശ്വാസത്തിന്റെ വാക്ക്, അതായത് താൻ വിശ്വസിച്ചിരിക്കുന്ന ജീവനുള്ള ജീവന്റെ ദൈവം ഈ ശവത്തിന് നേരെ നോക്കി എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്ക് മരിച്ചു കിടക്കുന്ന വ്യക്തിയിലേക്ക് ജീവന്റെ ശക്തി മടങ്ങി വരുവാൻ തന്റെ വിശ്വാസത്തിന്റെ വാക്കമ്മ തന്റെ വാക്കുകൾ താക്കോലായിട്ട് തുറക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ഇന്ന് പകൽക്കാലം തുറക്കും. ഈ ഭക്തന്റെ വാക്ക് കണ്ടോ? കർത്താവിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ താക്കോലെടുത്ത് താൻ ഇതാ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ നോക്കി പറയുന്നു, തബീതെ എഴുന്നേൽക്ക. പത്രോസ് അറിഞ്ഞിരിക്കുന്ന കർത്താവ് ഈ ശവത്തെ ജീവന്റെ ശക്തി കൊടുക്കുവാൻ കഴിയുമെന്ന് പത്രോസ് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ ശവത്തെ നോക്കി പറയുന്നു, തുറന്നുവ, ഈ ശരീരത്തിൽ ജീവൻ പുറത്തുവ. പത്രോസിന്റെ വാക്കിലൂടെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ശവത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് പ്രാണൻ നഷ്ടപ്പെട്ടു പോയ പ്രാണൻ, അവളുടെ പ്രാണന്റെ അകത്തേക്ക് ആ ശരീരത്തിലേക്ക് ശവത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജീവന്റെ താക്കോൽ ഓപ്പൺ ചെയ്യും.
വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോല. നമ്മുടെ നാവ് അത്ഭുതങ്ങളുടെ താക്കോല. നമ്മുടെ വാക്ക് അത്ഭുതത്തിന്റെ താക്കോല. അടഞ്ഞു കിടക്കുന്ന ഏതൊരു വിഷയത്തും, മരവിച്ച് കിടക്കുന്ന ഏതൊരു വിഷയത്തെ നോക്കി, തുറക്കത്തില്ലെന്ന് പറയുന്ന ഏതൊരു വാദനെ നോക്കി, വിടുതൽ ലഭിക്കത്തില്ലെന്ന് പറയുന്ന ഏതൊരു വിഷയത്തെ നോക്കി, നിന്റെ വിശ്വാസം ഞാനും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കർത്താവായ യേശുവെ നീ വിശ്വസിച്ചുകൊണ്ട് എന്റെ നിങ്ങളുടെ വായിൽ കൂടെ വരുന്ന വിശ്വാസത്തിന്റെ വാക്ക് താക്കോലെടുത്ത് നീ ആ വിഷയത്തെ തുറക്കുക. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, അടഞ്ഞതെല്ലാം തുറക്കട്ടെ. നമ്മുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ, അത് താക്കോല. ഈ താക്കോല് കൊണ്ട് നീ തുറക്ക്. അത്ഭുതങ്ങളെ തുറക്ക്, ഇല്ലാത്തതിനെ തുറക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ നാവ് കൊണ്ട് നിരാശയുടെയും ഭാരപ്പെടുന്ന വാക്കു പറയാതെ, നമ്മുടെ വാക്കുകൾ വിശ്വാസത്തിന്റെ താക്കോലാണ്. ആ താക്കോലെടുത്ത് വിശ്വാസത്തിന്റെ കീ എടുത്ത് തുറക്ക്. നിന്റെ വാക്തത്വത്തിൽ, നിന്റെ പൂട്ടിൽ തുറക്ക്. രാജ്യത്തിന്റെ വാതിൽ നീ തുറക്ക്. നിന്റെ തലമുറയുടെ വിഷയത്തെ നീ ഓപ്പൺ ചെയ്. തുറക്ക്. തടസ്സമായി കിടക്കുന്നതെല്ലാം വിശ്വാസത്തിന്റെ വാക്കു പറ. യേശുവിൻ നാമത്തിൽ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിൽ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ തലമുറയുടെ വാതിൽ തുറക്കുക. യേശുവിൻ നാമത്തിൽ ദേശത്തിന്റെ വാതിൽ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ രാജ്യത്തിന്റെ വാതിൽ തുറക്കുക. നീ പറ, വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവിൽ നമ്മുടെ വാക്ക് വിശ്വസിക്കുക. ഈ പത്രോസിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വാക്ക്, ഇവിടെ മരിച്ച തവീനയുടെ ജീവിതത്തിൽ ജീവൻ പുറത്തു വരുന്നു. ആരോട് പരിശുദ്ധന്മ പറയുന്നു, ചില അത്ഭുതങ്ങൾ നിങ്ങൾ സംഭവിക്കാൻ പോകുക. വിശ്വാസത്തിന്റെ താക്കോലെടുത്ത് തുറക്ക്, തുറക്ക്. വചനത്തിന്റെ താക്കോൽ കീ എടുക്ക്. പറ, ജീവന്റെ ശക്തി നമ്മുടെ നാവില. വിശ്വാസത്തിന്റെ നാവിലെടുക്ക്. ജീവന്റെ ശക്തി എടുത്ത് പറ, തുറക്കുക. എന്റെ ഭവന വിഷയം ഞാൻ തുറക്കുന്നു. എന്റെ ദേശ വിഷയം ഞാൻ തുറക്കുന്നു. എന്റെ തലമുറയുടെ വിഷയത്തെ ഞാൻ തുറക്കുന്നു. എന്റെ നന്മയുടെ വിഷയത്തെ ഞാൻ തുറക്കുന്നു. എന്റെ ജോലിയുടെ വിഷയത്തെ ഞാൻ തുറക്കുന്നു. എന്റെ ഭവന വിഷയം, ഭവനത്തെ തുറന്നു വരാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭവനത്തെ ഞാൻ തുറക്കുകയാണ്. തുറന്ന് പ്രാർത്ഥിക്ക്, തുറന്ന് പ്രാർത്ഥിക്ക്. വിശ്വാസം അത്ഭുതത്തിന്റെ താക്കോല. ഈ കീ നിങ്ങൾ വിട്ടുകളയരുത്. ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ കീ വിട്ടുകളയരുത്. വിശ്വാസം ലാസ്റ്റുള്ള ദൂത് നിങ്ങൾ വിട്ടുകളയരുത്. മറ്റു രണ്ട് വാക്കുകൾ നിങ്ങൾ മറന്നായാലും വിശ്വാസം അത്ഭുതങ്ങളെ സൃഷ്ടിക്കും കേട്ടോ. വിശ്വാസം അത്ഭുതത്തിന്റെ താക്കോല. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന താക്കോലാണ് അടഞ്ഞു കിടക്കുന്നത് തുറക്കപ്പെടുന്നത്. നിന്റെ നാവിൽ നിന്നും വിശ്വാസത്തിന്റെ വാക്ക്, വചനത്തിന്റെ വാക്ക്, പ്രത്യാശയുടെ വാക്കുകൊണ്ട് നീ പറ, തുറക്കുക. പത്രോസ് ഇതാ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, തവീനെ എഴുന്നേൽക്ക്. ഈ വാക്ക് ചൊന്ന് അവളെ ശ്വാസകോശത്തിലടിച്ചു. അവളെ പ്രാണലടിച്ചപ്പോൾ അവൾ തുറക്കപ്പെട്ടു. മരിച്ച് ഡെഡ് ബോഡിയായി ശവപ്പെട്ടി വെച്ച് മൂടേണ്ട വാതിലിനെ പത്രോസിന്റെ കർത്താവിലുള്ള ഒറ്റ വിശ്വാസത്തിലുള്ള പ്രഖ്യാപന വാക്കുകൊണ്ട് ആ താക്കോൽ തുറന്നു. ആമേൻ. ആ പെട്ടി തുറന്നു. ഹല്ലേലൂയ. ആ ജീവനെ തുറക്കുകയാണ്. ചിലരുടെ വാതിൽ തുറക്കുക, ചിലരുടെ വാതിൽ തുറക്കുക. വിശ്വാസത്തിന്റെ താക്കോൽ കൊണ്ട് തുറക്ക്, 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 തുറക്ക്. അവിശ്വസിക്കരുത്, നിരാശപ്പെടരുത്, പിറുപിറുക്കരുത്. നാവെന്ന് പറയുന്ന ജീവനും മരണവും അവന്റെ നാവിന്റെ തുമ്പില. പത്രോസ് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ശവത്തെ നോക്കി എഴുന്നേൽക്കാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാവ് ഒരു താക്കോലാണ്, നമ്മുടെ വാക്കൊരു താക്കോലാണ്. ഇതുകൊണ്ട് നീ പറ, ജീവന്റെ ശക്തിയെ ഞാൻ തുറക്കുന്നു, ജീവന്റെ ശക്തിയെ ഞാൻ തുറക്കുന്നു, ഈ വാതിലുകൾ ഞാൻ തുറക്കുന്നു, ഈ രാജ്യത്തിന്റെ വാതിൽ തുറക്കുന്നു, തലമുറയുടെ വാതിൽ ഞാൻ തുറക്കുന്നു, ദേശത്തിന്റെ വാതിൽ ഞാൻ തുറക്കുകയാണ്. ജൂഡമനാരകം ശാന്തരേഖ രേഖമന. ആരോട് പരിശുദ്ധമ്മ പറയുന്നു, നാവ് കൊണ്ട് ഇനി ആമേൻ 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 അവിശ്വാസം പറയുന്നതിന്റെ നാവ് കൊണ്ട്
പ്രത്യാശയുടെ വാക്കുപറ. നീ പറയുന്നത് സംഭവിക്കാൻ പോകുക. നീ ചിലത് അത്ഭുതങ്ങൾ കാണാൻ പോകുക. ചിലരോട് ഷൈനി ജോർജ് പറയുന്നു, നിന്റെ നാവ് കൊണ്ട് നീ പ്രഖ്യാപിക്കുക. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ നാവ് ഒരു അത്ഭുതത്തിന്റെ താക്കോല. ഷീബാസുസ്തെ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ. നിങ്ങൾ ഓരോരുത്തരും ഡിവൈസിൽ കാണുന്ന വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നവരും ഇല്ലാത്തവരോടും ആത്മാ പറയുന്നു, നിന്റെ നാവ് ഒരു താക്കോല. ഈ താക്കോല് കൊണ്ട് നിനക്ക് തുറക്കാൻ കഴിയും. രാജ്യത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയും. ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തുറക്കാൻ കഴിയും. നിന്റെ സഭയുടെ വാതിൽ തുറക്കാൻ കഴിയും. ദേശത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയും. നീ പറ, വാഗ്ദത്തത്തെ തുറക്കാൻ കഴിയും. എനിക്കറിയാം ഈ ദൂത് നിങ്ങൾ ആരെയോ സ്പർശിക്കുന്നുണ്ട്. മറ്റ് 2 ഭാഗം നിങ്ങൾ മറന്നാലും മൂന്നാമത്തെ ഭാഗം നിങ്ങൾ മറക്കരുത്. വിശ്വാസം അത്ഭുതങ്ങളുടെ താക്കോല. ഈ താക്കോൽ ഇരിക്കുന്നത് എന്റെയും നിങ്ങളുടെ അധരത്തിലാണ്. ഈ താക്കോൽ കൊണ്ട് നീ തുറക്കുക. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ചിലരുടെ മിനിസ്ട്രി തുറന്നു വരട്ടെ. ചിലരുടെ ഭാവി തുറന്നു വരട്ടെ. ചിലരുടെ ഭവന വിഷയം തുറന്നു വരട്ടെ. ചിലരുടെ സാമ്പത്തിക വിഷയം തുറന്നു വരാൻ ഞാൻ കൽപ്പിക്കുകയാണ്. തുറക്കുക. അടഞ്ഞു പോയതെല്ലാം തുറക്കട്ടെ. തുറക്കുമ്പോൾ അത്ഭുതങ്ങൾ അവിടെ കാണാൻ കഴിയും. തുറക്കുമ്പോൾ ചില സന്തോഷങ്ങൾ കാണാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ചിലത് തുറക്കപ്പെടട്ടെ. അടകൾ കടമന ജുഡാരവംശാരമ ലീഖമനാരകക്ഷസ്യാലമ. ഈ തിരുവചനങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ച് വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവശബ്ദം കേട്ട ജനം ആരെങ്കിലും രോഗികളാൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവിന്റെ തുമ്പിൽ നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ താക്കോൽ കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്. രോഗത്താൽ ബന്ധിക്കപ്പെട്ട് ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകാം. ആ ശരീരത്തോട് പോരാടുന്ന സകല രോഗാത്മാവിനെ ശാസിക്കുന്ന രോഗശക്തികൾ അവരെന്ന് അഴിയട്ടെ. പൈശാചിന്റെ മണ്ഡലങ്ങൾ ഭാരപ്പെടുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവർക്കായി ഈ ഭൂമിയിൽ ഒരു ഭവനം വെളിപ്പെട്ടു വരട്ടെ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായി ജോലിയുടെ വാതിലുകൾ യേശുവിന്റെ നാമത്തെ തുറക്കുകയാണ്. തലമുറയുടെ വിഷയങ്ങൾ തുറക്കുകയാണ്. മിനിസ്ട്രിയുടെ വിഷയങ്ങളെ തുറക്കുകയാണ്. ഇവരുടെ വാഗ്ദത്ത മണ്ഡലത്തെ തുറന്നു പ്രാർത്ഥിക്കും. ഇവരുമേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവരുമേൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ഇവരുമേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. അതിനാ ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ഇവരുടെ പരീക്ഷ മണ്ഡലത്തിൽ വിശ്വാസ ജീവിതത്തിൽ അവർ ജയത്തിലേക്ക് എത്തിച്ചേരട്ടെ. ഓരോ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ വിശ്വാസത്തിൽ കയറി നിൽക്കട്ടെ. വിശ്വാസം അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഇവരുടെ വാക്കുകളിലൂടെ അത്ഭുതങ്ങൾ ഇവരെ നടക്കട്ടെ. ഇവരെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവരെ തലമുറയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവരുടെ ദേശത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.